അത്യാധുനിക സൗകര്യങ്ങളോടെ സിറ്റി ടവറിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിറ്റി ഓഡിറ്റോറിയം വടകര നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വടകര പട്ടണത്തിലെ ഹൃദയഭാഗത്തായി നഗരസഭാ ചത്തുരത്തിന് മുൻവശത്തായി അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഓഡിറ്റോറിയമാണ് ആരംഭിച്ചത്. 175 സീറ്റോടുകൂടി AC, നോൺ AC സൗകര്യത്തോടെ മുഴുവൻ സജ്ജീകരണങ്ങളോടുകൂടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വിവാഹ സംബന്ധമായ ചടങ്ങുകൾ, ബർത്ത്ഡേ പാർട്ടികൾ, യോഗങ്ങൾ, ഔദ്യോഗിക പരിപാടികൾ, സംഘടനകളുടെ പരിപാടികൾ തുടങ്ങി 175ഓളം പേർക്ക് ഇരിക്കാനും ഭക്ഷണത്തിനു വേണ്ടി പ്രത്യേകം മുറികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ നിരക്കിലായിരിക്കും എന്നതും സിറ്റി ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സൗണ്ട്, പ്രൊജക്ടർ, സ്ക്രീൻ കൂടാതെ സ്റ്റേജിന് ആവശ്യമായ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ നിർവഹിച്ചു. പക്ഷേ ഇപ്പം നഗരമെല്ലാം നാടാവുകയും നാടെല്ലാം നഗരമാവുകയും ചെയ്യുന്ന ഒരു കാലമാണ്. വളരെ കാലമായുള്ള നമ്മുടെ ടൗണിലെ സിറ്റി ടവർ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ടൗണിന്റെ ഒരു ക്രയവിക്രയ സംവിധാനത്തിൽ വളരെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. നമ്മുടെ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാം പുറത്തിറങ്ങാത്ത ഒരു സമയത്ത് ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളാകുന്ന ഒരു സംഗതി സംഭവിച്ചു. ആവേണ്ടതാണ്. കേരളത്തിലാണെങ്കിൽ നേരത്തെ തന്നെ അതിന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഗ്രാമവും നഗരവും വ്യത്യസ്തമായി കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കോവിഡ് കൂടി വന്നപ്പോ ഗ്രാമങ്ങൾ ഒന്നുകൂടി ചലനാത്മകമായി, നഗരങ്ങൾ ആളുകൾ അങ്ങനെ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമായി മാറി. ഒരു തിരിച്ചുവരവിന്റെ ഒരു സമയത്താണ് ഈ സിറ്റി ഓഡിറ്റോറിയം നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 175ഓളം സീറ്റുകളും അതിന്റെ സംവിധാനങ്ങളുമുള്ള ഈ ഒരു ഓഡിറ്റോറിയം തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള അന്തരീക്ഷം ഇവിടെയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സിറ്റി ഓഡിറ്റോറിയം പ്രൊപ്പറേറ്റർമാരായ KK അബൂബക്കർ ഹാജി, തമീം KTK, കൗൺസിലർ പ്രേമകുമാരി, സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ, മധു കുറുപ്പത്ത്, രജീഷ് R, രാജേന്ദ്രൻ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു.